ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരുപാട് ആൾക്കാർ വീഡിയോക്കടിയിൽ കമന്റ് വന്നിട്ടുള്ളതാണ്. നമ്മൾ എ സി ഉപയോഗിക്കുമ്പോൾ ചില ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് മണ്ണെണ്ണയുടെ മണം വരുന്നുണ്ട്, ചില ആൾക്കാർ പറയുന്നത് പൊടിയുടെ മണം അല്ലെങ്കിൽ മരപ്പൊടിയുടെ അങ്ങനത്തെ ഒക്കെ ഓരോ സ്മെല്ല് വരുന്നു പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ കമന്റ് ഇടാറുണ്ട്. അപ്പൊ അതിനൊക്കെയുള്ള കാരണങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മൾ ആദ്യം വിൻഡ് എ സി ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. വിൻഡ് എ സിക്കാണ് എന്നുണ്ടെങ്കിൽ വിൻഡ് എ സിക്കും അതേപോലെ തന്നെ ഈ പാക്കേജ് എ സി എന്ന് പറയുന്നത് വലിയ എ സികൾക്കാണ്. അതിനും പുറത്തുനിന്ന് നമുക്ക് ഫ്രഷ് എയർ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അഥവാ നമ്മൾ ഈ റൂമിലുള്ള എയറിനെയാണ് എയർ കണ്ടീഷൻ വർക്ക് ചെയ്യുമ്പോൾ ആ എയറിനെ തന്നെയാണ് ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് എ സി വർക്ക് ആകുമ്പോൾ കൂൾ എയർ ആയിട്ട് തരുന്നത്. പക്ഷെ ഈ വിൻഡ് എ സി ആണെങ്കിലും അതേപോലെ തന്നെ നമ്മളെ പാക്കേജ് എ സി ആണെങ്കിലും നമുക്ക് ഇടക്ക് അഥവാ നമുക്ക് എപ്പോഴാണ് തോന്നുന്നത് ആ സമയത്ത് നമുക്ക് ഫ്രഷ് എയർ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അഥവാ പുറത്തുനിന്നുള്ള എയർ കൂടി നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നേരെ മറിച്ചിട്ട് സ്പ്ലിറ്റ് എ സിയിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ ഇതിപ്പോ മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ റൂമില് നമുക്കറിയില്ല, നമ്മൾ റൂമിൽ എല്ലാം ക്ലോസ് ചെയ്തിരിക്കും. അഥവാ പ്രത്യേകിച്ച് ജനല് വാതില് അടച്ചിരിക്കും. അതേപോലെ തന്നെ റൂമിലുള്ള എയർ ഹോള് അത് മൊത്തം അടച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ റൂമിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരിക അതല്ലെങ്കിൽ റൂമിൽ തന്നെ നമ്മൾ എന്തെങ്കിലും സൂക്ഷിക്കുകയോ ചെയ്താൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ റൂമിലുള്ള എയറിനെ തന്നെയാണ് എ സി പ്രത്യേകിച്ച് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോ ഒരു കാരണവശാലും പിന്നെ ആ എ സിയിൽ നിന്ന് ആ സ്മെല്ല് പോവാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ, ഇപ്പോ ഉദാഹരണത്തിന് നമ്മളെ റൂമിലേക്ക് എ സി ഇട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എ സി വർക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവന്നാൽ എ സി ഒന്നുകിൽ നമ്മൾ എ സി അപ്പോൾ ഓഫ് ചെയ്യുക, അല്ല എന്നുണ്ടെങ്കിൽ എല്ലാ ജനലും കുറച്ചു നേരത്തേക്ക് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ ജനലുകളെല്ലാം ഓപ്പൺ ചെയ്ത് വെക്കുക. എന്നിട്ട് പുറത്തുനിന്നുള്ള ഫ്രഷ് എയറിനെ കൂടി നമ്മൾ റൂമിലേക്ക് ആക്കിയതിന് ശേഷം മാത്രം പിന്നീട് നമ്മൾ എ സി ഓൺ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതല്ല എന്നുണ്ടെങ്കിൽ എ സി ഇതേ എയറിനെ തന്നെ ഫ്രഷ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ പിന്നെ നമ്മൾ ഡോർ തുറക്കുമ്പോൾ മാത്രമേ നമ്മളെ റൂമിലേക്ക് ഫ്രഷ് എയർ കയറി വരുന്നുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ആ എ സി പിന്നെ ഇതേ സ്മെല്ല് തന്നെ എ സി വർക്ക് ആകുമ്പോൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇതിപ്പോ ഒരിക്കലും ഗ്യാസ് ലീക്ക് ആയാലൊന്നും ഇങ്ങനെ നമുക്ക് ഈ പറഞ്ഞ പോലെ മണ്ണെണ്ണയുടെ സ്മെല്ലൊന്നും വരാറില്ല. പിന്നെ എ സിന്ന് വേറെ സ്മെല്ല് വരാൻ ഒരു ചാൻസും ഇല്ല. പിന്നെ വരുന്നത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പൊടിയുടെ സ്മെല്ലാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ പോയിട്ട് നമ്മൾ എ സിയുടെ ഫിൽട്ടർ നോക്കുക. ഫിൽട്ടർ ഫുള്ള് ക്ലീൻ ആണ് എന്നുണ്ടെങ്കിൽ പിന്നെയും നമുക്ക് ഇതേപോലെ വല്ല ചെളിയുടെ സ്മെല്ലോ അല്ലെങ്കിൽ പൊടിയുടെ സ്മെല്ലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഫിൽട്ടർ അയച്ചതിന് ശേഷം ഫിൽട്ടറിന്റെ ബാക്കിലുള്ള കോയിൽ ക്ലീൻ ആണോ എന്ന് നോക്കുക. കോയിലും അതേപോലെ തന്നെ ബാക്ക് ഓയിൽ എന്ന് പറയും. ബാക്ക് ഓയിൽ നമുക്ക് കാണാൻ കഴിയില്ല. ബാക്ക് ഓയിൽ ആയിരിക്കും ആദ്യം ഫസ്റ്റ് ചെളി പിടിക്കുക. കാരണം ആ എയറിനെ ഫ്രഷ് ചെയ്യുന്നത് ഫസ്റ്റ് ബാക്ക് ഓയിലാണ്. അപ്പൊ അത് ചെളി പിടിച്ചിട്ട് പിന്നെ നമ്മൾ ഫ്രണ്ട് കോയിൽ എന്ന് പറയും, അത് നമുക്ക് കാണാൻ കഴിയും. ഫിൽട്ടർ എടുത്താൽ കാണുന്നതാണ് നമ്മുടെ ഫ്രണ്ട് കോയിൽ എന്ന് പറയുന്നത്. അത് നന്നായിട്ട് ചെളി പിടിച്ചിരിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ എ സി വാട്ടർ സർവീസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ സ്മെല്ല് പോകാനുള്ള വേറെ വഴികളൊന്നുമില്ല. അതേപോലെ തന്നെ നമ്മുടെ എ സിയുടെ ബ്ലോവർ എന്ന് പറയുന്നത് എ സിയുടെ ഫാൻ ആണ്. അത് നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ കാണാൻ കഴിയില്ല. നേരെ മറിച്ചിട്ട് എ സി ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നുകിൽ നമ്മുടെ മൊബൈലിൽ ടോർച്ചോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ലൈറ്റ് അടിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അത് നല്ലോണം പൊടി പിടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഈ റൂമിലേക്ക് നമ്മൾ എ സി വർക്ക് ചെയ്യുമ്പോൾ പൊടിയുടെ മണം വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ ബ്ലോവറിലും അതേപോലെ തന്നെ നമ്മുടെ കൂളിംഗ് കോയിലും എ സിയുടെ കോയിലും പ്രത്യേകിച്ച് ചെളിയൊന്നുമില്ല, അത്യാവശ്യം നല്ല ക്ലീൻ ആണ് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ റൂമിൽ ഇതേപോലെ വേറെ എന്തെങ്കിലുമൊക്കെ സ്മെല്ല് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഒരാൾ പറഞ്ഞതാണ് എ സി ഓൺ ആക്കുമ്പോൾ മൂത്രത്തിന്റെ സ്മെല്ല് വരുന്നുണ്ട് എന്ന്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഒന്ന് നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂം ആയിരിക്കും, രണ്ട് പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ഉള്ള റൂമാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ തൊട്ടിൽ കെട്ടി അല്ലെങ്കിൽ കുട്ടികളെ തന്നെ ബെഡിൽ കെടുത്ത് ഉറക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവർ മൂത്രമൊഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ റൂം എപ്പോഴും ക്ലോസ് ആയിരിക്കും. നമുക്കറിയാലോ, നമ്മൾ 2 എയർ ഹോളോ 3 എയർ ഹോളോ ഉണ്ടെങ്കിൽ ആ എയർ ഹോൾ അടക്കം ഫുൾ ടൈറ്റ് ആയിരിക്കും. പിന്നെ ഇപ്പോൾ ആമസോണിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. അഥവാ ചില ആളുകൾ നമ്മളെ ഡോറിന്റെ അടിയിലാണ് പിന്നെ ആകെ ഒരു സ്പേസ് ഉള്ളത്, ആ പുറത്തു നിന്നുള്ള എയറിന് റൂമിലേക്ക് വരാനുള്ള സ്പേസ് ഉള്ളത് നമ്മുടെ റൂമിന്റെ ഡോറിന്റെ അടിയിലാണ്. അതുപോലും നമുക്ക് ക്ലോസ് ചെയ്തിരിക്കും ചില ആൾക്കാർ. കാരണം നമ്മൾ എ സി ഓൺ ആക്കുമ്പോഴുള്ള എയർ പുറത്ത് പോകല്ലേ എന്ന് കരുതിയിട്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു വഴിയും പിന്നെ നമുക്ക് പ്രത്യേകിച്ച് സ്പ്ലിറ്റ് എ സി ആണല്ലോ ഇപ്പൊ എല്ലാവരും ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ കൂടി വരുന്നത്. പുറത്തുനിന്നുള്ള എയറിന് റൂമിലേക്ക് കടക്കാനുള്ള ഒരു ഓപ്ഷനും ഇല്ല. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, പിന്നെ നമ്മൾ ഈ റൂമിലുള്ള എയറിനെ തന്നെയാണ് എ സി സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ റൂമിൽ എന്ത് ചെറിയൊരു കാര്യം ഉണ്ടെങ്കിൽ പോലും അത്
നമ്മൾ ഈ എ സിയുടെ എയറിന് കൂടി മിക്സ് ആയിട്ട് അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ പിന്നെ നമ്മൾ എപ്പോൾ എ സി ഓൺ ആക്കിയാലും ഈ സ്മെൽ ആദ്യം വരും. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഈ സ്മെല്ല് ആദ്യം പോയിട്ട് നമ്മുടെ ഫിൽറ്ററിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് സേവ് ആവുന്ന പോലെ, അഥവാ ഈ സ്മെല്ല് വലിച്ചെടുക്കുമ്പോൾ പിന്നെ ആ എ സിയിലേക്ക് ആ സ്മെല്ല് വലിച്ചു എടുത്തുകൊണ്ടേയിരിക്കും ആ എ സി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ റൂമിൽ സ്മെല്ല് പോകാനുള്ള ഒരു ചാൻസും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് ഇങ്ങനെ സ്മെല്ല് അടിക്കുന്നു തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എ സി ഓഫ് ചെയ്യുക. എന്നിട്ട് അതിനുശേഷം നമ്മുടെ വിൻഡോ ഒരു അരമണിക്കൂറെങ്കിലും ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെക്കുക. എന്നിട്ട് പുറത്തുനിന്നുള്ള ഫ്രഷ് എയർ വന്നതിന് ശേഷം വിൻഡോ ക്ലോസ് ചെയ്തിട്ട് എ സി ഓൺ ആക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതല്ലാതെ എ സിയും ഇതേപോലെ ഞാനീ പറഞ്ഞ പോലെ മണ്ണെണ്ണ സ്മെല്ല് വരെ അല്ലെങ്കിൽ പൊടിയുടെ സ്മെല്ല് വരെ ഒന്നും പോകാനുള്ള ചാൻസ് ഇല്ല. പിന്നെ നിങ്ങൾക്ക് അത്രത്തോളം ബുദ്ധിമുട്ടാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഫ്രഷ് എയർ എടുത്തതിന് ശേഷം നമ്മൾ എയർ ഫ്രഷ്നർ ഒക്കെ അടിച്ചിട്ട് എ സി ഉപയോഗിച്ചാൽ ആ സ്മെല്ല് ചെറുതായി പോകാനുള്ള ചാൻസ് ഉണ്ട്. എയർ ഫ്രഷ്നർ എപ്പോഴും അടിക്കുന്ന അത്ര നല്ലതുമല്ല, അതുകൂടി സൂക്ഷിക്കണം നമ്മൾ. പിന്നെ ചെറിയ കുട്ടികളുടെ റൂമിൽ എയർ ഫ്രഷ്നർ അധികം അടിക്കാതിരിക്കുക, അതാണ് ഏറ്റവും ബെറ്റർ. ആദ്യം നമ്മൾ നല്ല പൊടിയുടെ സ്മെല്ലാണ് വരുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഫിൽറ്റർ എടുത്തിട്ട് നമ്മൾ കൂളിംഗ് കോയിൽ ചെളി ഉണ്ടോ എന്ന് നോക്കുക. ചെളി ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും എ സി വാട്ടർ സർവീസ് ചെയ്യുക. അപ്പൊ ഇങ്ങനത്തെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മളെ റൂമിൽ എ സി ഉപയോഗിക്കുമ്പോൾ മാത്രം നമ്മൾ സ്മെല്ല് വരുന്നത്. അപ്പോ ഒരു കാരണവശാലും എ സിയുടെ അല്ലെങ്കിൽ ഗ്യാസ് ലീക്കായോ പ്രശ്നമൊന്നുമല്ല, എ സിയുടെ പ്രോബ്ലം കൊണ്ടുമല്ല സ്മെല്ല് വരുന്നത്. നമ്മൾ തന്നെ വരുത്തി വെക്കുന്ന ഇതേപോലുള്ള ചെറിയ കാര്യങ്ങൾ കൊണ്ടാണ് എ സി ഓൺ ആക്കുമ്പോൾ മാത്രം സ്മെല്ല് വരുന്നതെന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ കണ്ട് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.